പ്രൈസ് ലോർഡ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനകത്ത് ഒത്തിരി സന്തോഷം. എല്ലാ കമൻറ്റിനും എല്ലാ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ഇതിനകത്ത് ശുശ്രൂഷ പോലെ തന്നെ ഇതിനെ കാണുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇതിനകത്ത് എഴുതി അയക്കുന്നവർ, ഈ മിനിറ്റുകളിൽ എഴുതി അയക്കുന്നു, യൂട്യൂബിൽ ആ പ്രാർത്ഥന വിഷയം എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതി അയക്കുന്നവർ, ഫേസ്ബുക്കിൽ ഇത് എഴുതി അയക്കുന്നവർ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എഴുതി അയക്കുന്നവർ, ഞങ്ങളിത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുകയും നേരത്തെ എഴുതിയിട്ടുള്ളവർക്കറിയാം ഞങ്ങളത് പ്രാർത്ഥിക്കുകയും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ അതിനകത്ത് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണ്. ഈ ശുശ്രൂഷകളിൽ വളരെ പ്രാക്ടിക്കലായി ചില കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളിത് ഇപ്പോൾ ആദ്യമായി കാണുന്നവരോ ഈ ദിവസങ്ങളിൽ ഇത് ആദ്യമായി ശ്രദ്ധിച്ചവരോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് പുറകോട്ട് കഴിഞ്ഞ 10-30 ദിവസങ്ങളായി എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഇന്ത്യൻ സമയം ഈ 15 മിനിറ്റിൽ താഴെയുള്ള ഈ ലൈവ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്ത നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവ് വലിയ ഉണർവുകളെ അയക്കുന്ന ദൈവമാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇതൊരു ഉണർവിൻ്റെ സീസണാണ്. ഉണർവ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന്, ഉറങ്ങുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ തിരിച്ചു തരുന്നതുണ്ട്. എന്നാൽ സുവിശേഷീകരണം ആദ്യമായി കേട്ടിട്ടില്ലാത്ത, സുവിശേഷീകരണം കേൾക്കാത്ത ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷത്തിൻ്റെ ഒരു ഉണർവുണ്ടാകുന്നതുണ്ട്. എന്തുമായാലും കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് ഒരു എൻഡ് ടൈം റിവൈവലിൻ്റെ മുമ്പിലാണ്. ദൈവം അതിനകത്ത് യോവേൽ പ്രവചിച്ചത് മുതൽ, പത്രോസ് അത് കണ്ടത് മുതൽ, യോവേൽ പ്രവചിച്ചു, പത്രോസ് അത് കാണുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരുടെ മേൽ വൃദ്ധന്മാരുടെ മേൽ എല്ലാവരുടെ മേലും ശുശ്രൂഷ വരുന്ന ഒരു എൻഡ് ടൈം റിവൈവലാണ് യോവേൽ പ്രവചിക്കുന്നത്. മോശ ആഗ്രഹിച്ചു ഈ ജനമെല്ലാം പ്രവചിച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മോശ ആഗ്രഹിച്ചു, യോവേൽ അത് പ്രവചിച്ചു. പത്രോസ് മുതലുള്ള തലമുറയാണിത് കണ്ടത്. ഇത് പുതുവീഞ്ഞ് കുടിച്ചിട്ടല്ല, യോവേലിൻ്റെ പ്രവചനമാണെന്നും പറഞ്ഞുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് വരുന്നു. ഈ സമയമാകുമ്പോൾ 2000 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ അന്ത്യകാലത്തിൻ്റെ ഏറ്റവും അന്ത്യത്തിൽ വന്ന് നിൽക്കുകയാണ് കർത്താവിൻ്റെ വരവ്. കർത്താവ് തന്നെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ വേഗത്തിൽ വരാൻ പോകുന്നു. ആ വരവിന് മുമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സഭ അതിൻ്റെ തേജസ്സോടെ, അതിൻ്റെ പൂർണ്ണ തേജസ്സോടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആകുമെന്നാണ്. അതിനും കർത്താവ് അതിന് ഉറങ്ങുന്ന, മയങ്ങുന്ന, ബലഹീനമായ ഒരു സഭയെ ചേർക്കാനല്ല വരുന്നത്. ആ ഉണർവിൽ നിൽക്കുന്ന സഭയാണ്. ഞാൻ ഈ ഉണർവെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കൂടുതൽ ശബ്ദത്തെയോ തുടർമാനം കുറച്ച് മീറ്റിങ്ങിനെയോ അല്ല ഉണർവെന്ന് പറയുന്നത്. ആത്മീയ എരിവ്, ആത്മീയ ഉത്സാഹം നമ്മളിൽ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ബൈബിളിനകത്ത് 1-2 വചനം ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനം 85 വായിക്കുന്നു, 85:6. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക ഇല്ലയോ? ഒരവസരം തരണമെന്ന്.
കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഈ ഉണർവ് പ്രധാനമായും 3 ഏരിയകളിൽ സംഭവിക്കും. ഒന്നാമത്തേത്, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണർവുണ്ടാവും. അതിന് ഉണർവെന്നാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ 2000 ആണ്ടിൽ 25 വർഷത്തിന് പുറകിൽ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായൊരു ഉണർവുണ്ടായി. അതുവരെ നടന്നുകൊണ്ടിരുന്ന സാഹചര്യങ്ങളെ മാറി വേഗത്തിൽ ഒരു ഉണർവ് സംഭവിച്ചു. ഇതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണർവ് സംഭവിക്കും. അങ്ങനെ ഉണർവ് സംഭവിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും ഉണർവുണ്ടായെന്ന്? പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, സാന്നിധ്യത്തിനായിട്ടുള്ളൊരു ആഗ്രഹം, കർത്താവിനെ എടുത്ത് ഇത്രയും പോരാന്നുള്ളൊരു തോന്നൽ, ഇതെല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ അതാണ് ഒരു ഉണർവിൻ്റെ ഒരു ഉണർവ്. അതാണ് നമ്മുടെ ഉള്ളിൽ അങ്ങ് തോന്നുവാണ്, ഇച്ചിരൂടെ ബൈബിൾ വായിച്ചാൽ പോരാ എന്ന്, ഇച്ചിരൂടെ വിശുദ്ധി ജീവിക്കണമെന്ന്, ഇച്ചിരൂടെ പ്രാർത്ഥിക്കണമെന്ന്, ഈ ഉപവാസം ഇച്ചിരൂടെ നീട്ടണമെന്ന്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആ ആത്മീയ കാര്യങ്ങൾക്കായിട്ടുള്ള ഭയങ്കര ആഗ്രഹം, ആ വലിയ നിയോഗം നമ്മുടെ അകത്തേക്ക് കയറി വരും. അതിനെ വ്യക്തിപരമായ ഉണർവെന്ന് വിളിക്കാം. അതിന് കർത്താവ് എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും വ്യക്തിപരമായ ഉണർവയക്കണം. വ്യക്തിപരമായ ഉണർവയച്ചാൽ മാത്രമേ നമ്മൾ പറയുന്ന ആ വലിയ ഉണർവുകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഇതെല്ലാം സുനാമി പോലാണ്. ഏതെങ്കിലും ഒരിടത്ത് ചെറുതായിട്ടുണ്ടാകുന്ന ഒരു ഷെയ്ക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രഭവ കേന്ദ്രം ഉണ്ടാകും. അവിടെ നിന്ന് ഉണ്ടാകുന്നൊരു ഷെയ്ക്കിംഗ് ആണ്. അത് വ്യാപിച്ച് 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 വലുതായി വലുതായി വരുന്നത്. രണ്ടാമത് ഉള്ള ഉണർവെന്ന് പറയുന്നത് സഭാപരമായ ഉണർവാണ്. സഭയ്ക്കൊരു ഉണർവുണ്ടാകുക, അതേ കാര്യമാണ്. സഭയ്ക്ക് ഉണർവുണ്ടാകുമ്പോൾ ഉപവാസം, പ്രാർത്ഥന, മിഷണറിമാരെ പല ദേശങ്ങളിലേക്ക് അയക്കുക, സുവിശേഷത്തിന് ഈ വെളിച്ചമില്ലാത്ത അല്ലെങ്കിൽ സുവിശേഷ വെളിച്ചം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുക, ദൈവവചനത്തിൻ്റെ കോപ്പികൾ എത്തിക്കുക, സുവിശേഷം പറയുക. എന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ചത്തെ മീറ്റിംഗ് കൊണ്ടോ ഒരു യോഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന കൊണ്ടോ തീരുന്നതല്ല ദൈവസഭയിൽ ഉണർവുണ്ടായാൽ എല്ലാവർക്കും ആ ഉണർവിനകത്ത് ജോയിൻ ചെയ്ത് അതിൻ്റെ ഭാഗമാകാൻ തോന്നുന്നതാണ് ഈ സഭാപരമായ ഉണർവ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഒരു ചലനം നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അത് അന്ത്യോക്യയിൽ വെച്ച് അന്ത്യോക്യ സഭയിൽ ഒരു ഉണർവുണ്ടാകുകയാണ്. അന്ത്യോക്യ സഭയിൽ ഉണർവുണ്ടായപ്പോൾ മിഷണറിമാരെ അയക്കുന്നു. പൗലോസിനെയും ബർണബാസിനെയും ശീലാസിനെയും ഒക്കെ പ്രാർത്ഥിച്ച് ഒരു ദേശത്തിൻ്റെ വിടുതലിന് അയക്കുവാണ്. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ആളുകളെ വേർതിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സഭയിൽ ഉണർവുണ്ടായാൽ സുവിശേഷകന്മാരെ വേലയ്ക്ക്, കൊയ്ത്തിനയക്കും. കൊയ്ത്തിന് യേശു തന്നെ പറഞ്ഞത്, കൊയ്ത്തിന് എല്ലാം റെഡിയായി കിടക്കുന്നു, വേലക്കാരാണ് ചുരുക്കം. അങ്ങനെ കൊയ്ത്തിന് വേണ്ടി സഭയിൽ ഉണർവുണ്ടായാൽ ആളയക്കും. വ്യക്തിപരമായ ഉണർവുണ്ട്, പിന്നെ സഭാപരമായ ഉണർവുണ്ട്. മൂന്നാമത് നാഷണൽ റിവൈവലുണ്ട്. എന്ന് വെച്ചാൽ ദേശങ്ങളുടെ മേലുള്ള ഉണർവുകളുണ്ട്. അന്നേരം വ്യക്തിപരമായി ഉണ്ടാകാതെ സഭാപരമായി ഉണ്ടാകാതെ ഒരിക്കലും നാഷണൽ ബേസിൽ നാഷണൽ ദേശവ്യാപകമായ ഉണർവ് സംഭവിക്കത്തില്ല. ദേശവ്യാപകമായ ഉണർവ് ഉണ്ടാകുന്നതിന് മുമ്പ് വ്യക്തിപരമായി ദൈവം ഒരാളെ ഉണർത്തിയതിന് ശേഷമേ ദേശത്തിൻ്റെ മേൽ ഒരു ഉണർവ് ദൈവം ചെയ്യത്തുള്ളൂ. അതിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രത്യേകിച്ച് ഇന്ത്യയെക്കുറിച്ച് വലിയ പ്രവചന ശബ്ദം വാര്യാപുരം യോവനാച്ചൻ പോലുള്ള പ്രവാചകർ പറഞ്ഞു എന്നാണ് നാം കേട്ടിട്ടുള്ളത്, നാം അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആണെങ്കിൽ തെക്ക് നിന്ന് ഒരു ഉണർവിൻ്റെ തീ വടക്കേക്ക് സഞ്ചരിക്കുമെന്നും അത് വ്യക്തിപരമായി തീ ചുമക്കുന്ന ആളുകൾ പോകുന്നതിനെക്കുറിച്ചാണ്. അല്ലാതെ ക്ലൈമറ്റിൽ ഒരു സഞ്ചാരത്തെക്കുറിച്ച് ഒരു മഴ പോകുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തതല്ല നാം പ്രതീക്ഷിക്കേണ്ടത്. വ്യക്തിപരമായി സഭാപരമായി ഒരു തീ കത്തിയാൽ അതങ്ങ് നോർത്തിലേക്ക് കയറും. ആ പ്രവചനങ്ങൾ ദൈവം ചെയ്യേണ്ട സമയമാണിത്. അങ്ങനെ ദൈവം ഇന്ത്യയോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യേണ്ട
ഒരു പ്രത്യേക സമയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നാഷണൽ തലത്തിലെ റിവൈവലുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സൗത്ത് അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനത്തെ സൗത്ത് സൈഡുകളിൽ, സൗത്ത് കൊറിയ ദേശം നാഷണൽ ലെവലിലെ ഉണർവുകളാണ്. വ്യക്തിപരമായ ആരെങ്കിലും ഒരാളില്ലാതെ ദൈവം ഈ നാഷണൽ ലെവൽ ഉണർവുകൾ ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നാം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഞങ്ങളെ ജീവിപ്പിക്കണം, ഒരവസരത്തോടെ ദൈവം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ രാജ്യത്തിന് ഒരു ഉണർവ് ആവശ്യമാണ്. ഞങ്ങളുടെ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ ബ്ലെസ്സഡായി, അനുഗ്രഹിക്കപ്പെട്ട്, സ്വസ്ഥതയും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ മുകളിൽ ഒരു പ്രധാനപ്പെട്ട ബ്ലെസ്സഡ് നേഷനായി മാറാൻ നാഷണൽ ലെവലിലെ ഒരു ഉണർവിനെ ഞങ്ങൾക്ക് ഇവിടെ അയക്കണം. ഞങ്ങൾ പോകുന്ന സഭകളുടെ മേൽ ഒരു ഉണർവിനെ ദൈവം പകരണം, വ്യക്തിപരമായി പകരണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ഉണർവ് കർത്താവ് പകരും, കുഞ്ഞുങ്ങളുടെ മേൽ ഉണർവ് പകരും, സഭയുടെ മേൽ ചില ശുശ്രൂഷകന്മാർ എന്നെ ശ്രദ്ധിക്കുന്നു. ഞാൻ പ്രവചനാത്മാവിൽ പറയുകയാണോ, അടുത്ത യോഗങ്ങൾ മുതൽ കേൾക്കുന്നവർക്ക്, അതിനകത്തിരിക്കുന്നവർക്ക് ഒരു ഉണർവിന് കൊതി ഉണ്ടാകുന്ന വിധത്തിൽ, ഉണർവുകളെക്കുറിച്ച് കേൾക്കുന്ന വിധത്തിൽ, ഉണർവിന് കൊതി ഉണ്ടാകുന്ന വിധത്തിൽ ആ സഭയെ ദൈവം പരിശുദ്ധാത്മാവ് കയ്യിലെടുക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ പ്രവൃത്തികൾ അതിനായിട്ട് സംഭവിക്കാൻ പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വ്യക്തിപരമായി വേണം, ഞങ്ങൾക്കത് സഭാപരമായി വേണം. ഞങ്ങളുടെ നാഷണൽ ദേശത്തിൻ്റെ മേൽ, ആ നേഷൻ്റെ പുറത്തുള്ള റിവൈവൽ കർത്താവ് അയക്കണേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാകണമേ. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അയയ്ക്കുക. ദൈവത്തിൻ്റെ കരം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. അനിത തോമസ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി നിങ്ങളുടെ ജോലിയിൽ ദൈവം ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയതായിട്ട് ഹോട്ടൽ ആരംഭിച്ച് അടുത്തൊരു മൂവിന് പ്രതീക്ഷിച്ചിരിക്കുന്ന അരുണിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ. എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ വേലയിൽ സഭയുടെ വലിയ ഉത്തരവാദിത്വത്തിനകത്ത് നിൽക്കുന്ന 2 സഹോദരന്മാർ ജോലിയുടെ പുറകെ പോകുന്ന കാരണത്താൽ സഭയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവർ അങ്ങനെ ചെയ്യരുത്. ആ ഉണർവിൽ ദൈവത്തിന് നിന്നെ കണ്ടതുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചത്. അത് ചെയ്യാനുള്ള ജ്ഞാനം, സമയം, അതിനുള്ള ശാന്തത ദൈവം നിനക്ക് തരും. ബ്ലസ് യു. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹ സംബന്ധമായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടിയും കർത്താവ് ഈ മാസത്തിനകത്ത് ഒരു അടയാളം ചെയ്യാൻ പോകുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കും. ദയവായിട്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ എഴുതിയാട്ട്, നിങ്ങളുടെ ഷെയർ ചെയ്താട്ട് ഒരു വലിയ ഉണർവിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഗോഡ് ബ്ലസ് യു.